ഇടതുപക്ഷം ഭരിച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് വൻ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു ഗുണവും ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. ഈ ഇടതുപക്ഷത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നതെന്നാണ് കർഷകർ ഇതുവരെയുള്ള 10 വർഷത്തെ ഭരണത്തിൽ ഈ ഇടതുപക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ കർഷകർ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇപ്പോൾ വോട്ട് കൊടുത്തിട്ട് എന്താണ് ഇവിടുത്തെ കർഷകർക്ക് എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിട്ടുള്ളത്? ആ വിശ്വാസം നഷ്ടപ്പെട്ടു. കർഷകൻ്റെ പ്രധാന ആവശ്യം നെല്ലിൻ്റെ വില 40 രൂപയായി വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ ഇത് സമയബന്ധിതമായിട്ട് സംഭരിക്കണം. അതാണ് പ്രധാന ആവശ്യം. അത് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പൂർണ്ണ പരാജയമാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ നെൽകൃഷിയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരാണ് ബഹുഭൂരിപക്ഷം കർഷകരുള്ളത്. ആ നെൽകൃഷിനെ കരകയറ്റാൻ വേണ്ടി ഇവിടുത്തെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഓരോ സീസണിലും കാർഷിക മേഖല നെൽകൃഷിയെ തകർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കർഷകർക്ക് ഇതിൽ നിന്ന് പിന്മാറാനുള്ള തരത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് കർഷകരുള്ളത്. ഗതികെട്ടുകൊണ്ടാണ് ഈ നെൽകൃഷി ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഇവിടുത്തെ നെൽകൃഷി ചെയ്യുന്നത്. ഞങ്ങളുടെ പൂർവികന്മാർ ഉണ്ടാക്കിയ ഈ ഭൂമി അതിനെ നിലനിർത്തുക എന്നുള്ള തരത്തിലാണ് ഇവിടുത്തെ നെൽകർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുറേ കാലങ്ങൾക്ക് ശേഷം നെൽകൃഷി പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 1970-കൾക്ക് ആ കാലഘട്ടങ്ങളിൽ ഒരു 10 ചാക്ക് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു വെച്ചാൽ അന്ന് 4 പവൻ സ്വർണം വാങ്ങാം. ഇന്ന് ഒരു പവൻ എടുക്കണമെങ്കിൽ ശരിക്കും 100 ചാക്ക് നെല്ല് കൊടുക്കണം. അപ്പോൾ അത്രയും മൂല്യം നെൽകൃഷിക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു കാരണം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ, ഒരു പരിധിവരെ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. എന്നാൽ മറ്റു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനകളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ആ വിഷയം, കർഷക വിഷയങ്ങളിൽ ഇവിടുത്തെ മറ്റു കർഷക സംഘടനകൾ ആ ഒരു വീര്യം കർഷക വിഷയങ്ങളിൽ കാണിക്കുന്നില്ല. എന്തു തന്നെയാലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, ആഹാരം കഴിക്കുന്ന നെൽകർഷകർ ഈ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കുന്നതിൽ യാതൊരു സംശയമില്ല. ഒരിക്കലും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കൃഷിക്കാരനെ കരകയറ്റം എന്ന് വിശ്വസിക്കുന്നില്ല. ആര് ഭരിച്ചാലും ഒരേ അവസ്ഥയുണ്ടാകുക, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ എങ്കിലും ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടം ചെയ്യേണ്ടതാണ്. കർഷകർക്ക് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളുടെ അനുഭവത്തിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. ആര് ഭരിച്ചാൽ ഇവിടുത്തെ രക്ഷപ്പെടുന്ന ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കൃഷിക്കാരൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം കർഷകർ തന്നെ വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം കാണേണ്ടിയിരിക്കുന്നു. മൾട്ടി നാഷണൽ സൊസൈറ്റി പോലെ കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന തരത്തിലൊരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. കർഷകർ തന്നെ ഒരു കൂട്ടായ്മകൾ ഉണ്ടാക്കി സൊസൈറ്റി രൂപീകരിച്ച് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അതിനെ മറ്റു അവരായിട്ടും അരിപ്പൊടിയായിട്ടും അങ്ങനെ മറ്റു തരത്തിലേക്കുള്ള ഒരു ബിസിനസ് മൈൻഡ് കൃഷിക്കാർക്ക് ഉണ്ടായാൽ അതിലൂടെ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത്തരം ഒരു റിസ്ക് എടുക്കാൻ ഇവിടുത്തെ കർഷകർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. വരും കാലങ്ങളിൽ ഈ പരിവർത്തനം ചെയ്യാൻ പറ്റാത്ത ഒരു കൊണ്ടാണ് ഇവിടെ നെൽകൃഷി നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റേ തരം മാറ്റി കിട്ടുകയാണെങ്കിൽ ഒരു സംശയമില്ല, ഈ മേഖലയിലേക്ക് ഒരാളും നിൽക്കില്ല. നെല്ലിന് 30 രൂപയാണ് ഇപ്പോൾ സപ്ലൈകോ സംഭരണം വഴി കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ 40 രൂപയായി കൊടുത്താൽ പോലും കിട്ടിയാൽ പോലും ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഇടതുപക്ഷം ഭരിച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് വൻ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു ഗുണവും ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. ഈ ഇടതുപക്ഷത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നതെന്നാണ് കർഷകർ ഇതുവരെയുള്ള 10 വർഷത്തെ ഭരണത്തിൽ
ഈ ഇടതുപക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ കർഷകർ ആഗ്രഹിക്കുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വന്നാലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർഷകർക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയം അറിയും. ആ രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് കർഷകൻ്റെ വോട്ട് ആ രീതിയിലേക്ക് ചെയ്യും. നമുക്ക് ഇപ്പോൾ വോട്ട് കൊടുത്തിട്ട് എന്താണ് ഇവിടുത്തെ കർഷകർക്ക് എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിട്ടുള്ളത്? ആ വിശ്വാസം നഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണങ്ങളും അതേപോലെ തന്നെ നോട്ടീസ് ക്യാമ്പയിനും മീറ്റിങ്ങുകളിലൂടെ ഞങ്ങളൊരു തീരുമാനം ഇതിന് ഈ ഒരു ക്യാമ്പയിൻ അതിലൂടെ നടത്തി പ്രതിഷേധിക്കും. കർഷകൻ്റെ പ്രധാന ആവശ്യം നെല്ലിൻ്റെ വില 40 രൂപയായി വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ ഇത് സമയബന്ധിതമായിട്ട് സംഭരിക്കണം. അതാണ് പ്രധാന ആവശ്യം. അത് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പൂർണ്ണ പരാജയമാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് ഒരു മോചനം ആവശ്യമാണ്. കൃഷിക്കാരൻ്റെ കൃഷിയിടങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ കയറി വരികയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാനുള്ള അധികാരം കർഷകർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. തമിഴ്നാട് പോലും അവിടെ ഷൂട്ടിംഗ് ഓർഡർ ഉണ്ട്. പക്ഷെ അത് കേരളത്തിൽ അതേ തരത്തിലുള്ള ഒരു മാതൃക കേരളം കാണിക്കുന്നില്ല.